വെള്ളായണിയിലെ പ്രകൃതി ഭംഗി ആസ്വദിക്കുമ്പോൾ നിങ്ങൾ ആസ്വദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഓരോ സ്ഥലത്തും കടന്നു ചെല്ലുമ്പോൾ ഈ കേരളത്തിലെ സ്ഥലമൊക്കെ എത്ര വശ്യമനോഹരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. ഇന്നലെ നമ്മൾ കൊല്ലത്തായിരുന്നു മോർണിംഗ് ഷോ. നിങ്ങൾക്കറിയാം കൊല്ലത്തിന്റെ ചാരുത, അഷ്ടമുടിക്കായലിന്റെ തിരളക്കവും ഓളം തള്ളലും ഒക്കെ തന്നെ നമ്മൾ പകർത്തി നാട്ടുകാരെ കാണിച്ചു. അപ്പോൾ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നതാണ് എൻ്റെ വിശ്വാസം. നമ്മൾ അലംഭാവത്തോടെ പക്ഷേ വെള്ളായണി കായലിൽ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുവെന്ന് ടൂറിസ്റ്റുകൾ വരുന്നു. ഈ വെള്ളായണിയിൽ ഒരുപാട് വിദേശ ടൂറിസ്റ്റുകൾ വരുന്നു. പല അപൂർവ ഇനം പക്ഷികളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സാമൂഹിക പ്രവർത്തകയുണ്ട്, സെബ്രിയ തെമ്പർക്കൻ എന്നാണ് പേര്. ജർമ്മൻ വനിതയാണ് അവർ പറയുന്നു ഈ വെള്ളായണിയെക്കുറിച്ച് അവർക്ക് സെബ്രിയയ്ക്ക് ചിലത് പറയാനുണ്ട്. നമ്മൾ ശരിക്കും ഈ വിദേശത്തു നിന്നൊക്കെയുള്ള ആളുകൾ വരുമ്പോഴാണ് അവർക്ക് വലിയ മാനസിക ബുദ്ധിമുട്ട്, അവരെ അലോസരപ്പെടുത്തുന്ന മാലിന്യങ്ങൾ നമ്മൾ ഈ കായലിലേക്ക് വലിച്ചെറിയുന്നു. അപ്പോൾ സെബ്രിയയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. Disability is not incapability. One way I enjoy this ambience is my imagination. സെബ്രിയ ടെൻബെർക്കൻ എന്ന ഈ ജർമ്മൻകാരിയോടൊപ്പം ചെലവഴിക്കാൻ ലഭിക്കുന്ന ഓരോ നിമിഷവും അമൂല്യം. അന്ധയായ സെബ്രിയയുടെ ഇരുട്ടിന് തന്നെ എന്തു പ്രകാശം! കാന്താരി എന്ന പ്രസ്ഥാനത്തിന് സെബ്രിയെ ചുക്കാൻ പിടിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. സമൂഹം പാടെ അവഗണിക്കുന്നവരെ, അക്കാദമിക് ഡ്രോപ്പ് ഔട്ടുകളെ പരിശീലിപ്പിച്ച് ചേഞ്ച് മേക്കേഴ്സാക്കി മാറ്റുകയാണ് ഇവിടെ സെബ്രിയെ. കൂട്ടിന് പോൾ ക്രോണൻബർഗും. We could give this positive feeling, or the feeling that we can change a dream into reality to many others as well. And therefore we came here to start this International Institute for Social Change Makers. നമ്മൾ മലയാളികൾ സെബ്രിയയുടെ കാഴ്ചപ്പാടുകളോ ദർശനങ്ങളോ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? Look at where we are. It's maybe one of the most beautiful places on this planet, right? But also this place is endangered. Water bodies are endangered. We have to do something, and we have to do it together, and we have to do it wisely and sustainably. വെള്ളായണിയിലെ കാന്താരിയിൽ നമ്മൾ ഒരു തവണയെങ്കിലും പോകണം. സെബ്രിയെ അവിടെ സൃഷ്ടിച്ചെടുത്ത മായിക ലോകം അനുഭവിച്ചറിയണം. സമൂഹത്തിൽ സമൂല മാറ്റങ്ങൾ സൃഷ്ടിക്കാനുള്ളവരെ വാർത്തെടുക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കണം. ക്യാമറാമാൻ നന്ദകിഷോറിനൊപ്പം യു പ്രദീപ്, 24. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെള്ളാണിയുടെ വശ്യ മനോഹാരിതയുമായിട്ടുള്ള നമ്മുടെ ഈ സമ്പർക്കം തുടരും. ഇർവിൻ പറഞ്ഞ വെള്ളാണി നല്ല പച്ചക്കറി വിത്തുകൾ കിട്ടും, അതൊക്കെ വാങ്ങാൻ മറക്കണ്ട. പച്ചക്കറി മാത്രമല്ല, എന്തൊക്കെ കിട്ടും അതെല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടേ പോകും. അവസാന അംഗത്തിനല്ലേ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്.